കോഴിക്കോട് പുതുപ്പാടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ അന്വേഷണം ചെന്നെത്തിയത് ഒരു കൊടും കുറ്റവാളിയിലേക്കാണ്. വയനാട് കൽപ്പറ്റ സ്വദേശി ജിനാഫ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീടാണ് ജിനാഫിന്റെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടത്. പെരുവണ്ണാമൊഴി ഇർഷാദ് കൊലക്കേസിലെ പിടികിട്ടാപ്പുള്ളിയായിരുന്നു ജിനാഫ്. പുതുപ്പാടിയിലെ സ്വകാര്യ കോളേജിൽ 1ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയായ 18-കാരിയെ കഴിഞ്ഞ മാസം 30-നാണ് കോളേജിൽ നിന്നും കാണാതായത്. 1-ാം തീയതി പിതാവ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തുകയും പരാതി നൽകുകയും ചെയ്തു. ഈ പരാതി പ്രകാരം പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് 1-ാം തീയതി വൈകിട്ടോടെ വിദ്യാർത്ഥിനിയെ താമരശ്ശേരി ചുരത്തിലുണ്ടെന്ന വിദ്യാർത്ഥിനി അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. ലഹരി നൽകി പല തവണ എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്ന രീതിയിലാണ് വിദ്യാർത്ഥിനി മൊഴി നൽകിയത്. ഇത് പ്രകാരം പോലീസ് അന്വേഷണം നടത്തി 5-ാം ദിവസം എന്ന് പറയാം പ്രതിയെ പിടികൂടി താമരശ്ശേരിയിൽ എത്തിച്ചിരിക്കുകയാണ്. പേര് ജിനാഫ്, 33 വയസ്സ്. അദ്ദേഹത്തെ ഇന്നലെ കോയമ്പത്തൂരിൽ നിന്നാണ് രാത്രി കസ്റ്റഡിയിലെടുത്തത്. പിന്നെ പെരുവണ്ണാമൊഴി കേസിലെ 11-ാം പ്രതിയാണ് നമ്മുടെ ഇർഷാദിൻ്റെ. ഇത് സംബന്ധിച്ച് പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ മാസം 28-നാണ് ഈ പെൺകുട്ടി യുവാവുമായി പരിചയപ്പെടുന്നത്. അന്ന് പരിചയം സ്ഥാപിച്ച് ഫോൺ നമ്പർ നൽകുകയും ഫോൺ വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതുപ്രകാരം പരിചയത്തിലായി 30-ന് ഈ പെൺകുട്ടിയെ ഇയാൾ കാറിൽ കയറ്റി വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വയനാട്ടിലെത്തി തൻ്റെ സുഹൃത്ത് വിദേശത്തേക്ക് പോകുന്നുണ്ടെന്നും യാത്ര അയക്കാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തണമെന്നും പറഞ്ഞാണ് വയനാട്ടിലേക്ക് കാറിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ കൽപ്പറ്റയിലെത്തി അവിടെ നിന്ന് തൻ്റെ സുഹൃത്തിനെയും കൂട്ടി ഇവർ നെടുമ്പാശ്ശേരിയിലേക്ക് പോയി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സുഹൃത്തിനെ ഇറക്കി ഇവർ എറണാകുളം ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങുകയും പിന്നീട് പിറ്റേ ദിവസം വൈകിട്ടോടെ തിരിച്ച് നാട്ടിലെത്തുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയ്ക്ക് കാറിൽ വെച്ച് മദ്യം നൽകിയെന്നും MDMA പോലത്തെ മയക്കുമരുന്ന് നൽകിയെന്നും വിദ്യാർത്ഥിനി മൊഴി നൽകുന്നുണ്ട്. ഇത് പ്രകാരം പല സ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. ഈ പിടിയിലായിരിക്കുന്ന പ്രതി മയക്കുമരുന്ന് വിതരണ സംഘത്തിൽപ്പെട്ടയാളാണെന്നും അതുപോലെ മറ്റു ചില കൊട്ടേഷൻ ഏർപ്പാടുകൾ ഉണ്ട് എന്നുമുള്ള വിവരങ്ങളും പോലീസ് പങ്കുവെക്കുന്നുണ്ട്. പന്തിരിക്കര ഇർഷാദ് വധക്കേസിലെ 11-ാം പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ പ്രതി 3 മാസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഈ ഇർഷാദ് വിദേശത്തു നിന്നും 1 കിലോ സ്വർണം നാട്ടിലേക്ക് കൊണ്ടുവരികയും ഈ സ്വർണം ഉടമസ്ഥന് നൽകാതെ വയനാട്ടിൽ പോയി അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് ഒളിച്ചു താമസിക്കുകയും ചെയ്തു. ഇവിടെ വെച്ചാണ് മറ്റൊരു സുഹൃത്ത് മുഖേന ജിനാഫിനെ പരിചയപ്പെടുന്നത്. ജിനാഫ് കഞ്ചാവ് എത്തിച്ചു നൽകാനെന്ന് വ്യാജാന എത്തിയാണ് ഈ ഇർഷാദിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെ ജിനാഫ് ഉൾപ്പെടെയുള്ള 5 പേർ ഇർഷാദിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി മർദ്ദിക്കുകയും ഈ സ്വർണം പിടിച്ചു വാങ്ങുകയും ചെയ്തു. തുടർന്ന് ഈ സ്വർണത്തിന്റെ ഉടമകളെ ബന്ധപ്പെട്ട് ഈ സ്വർണം കടത്തിക്കൊണ്ടുപോകുന്ന ഇർഷാദ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുകയും അങ്ങനെ ഇവർക്ക് ഇർഷാദിനെ കൈമാറുകയും ചെയ്തു. ഈ ഇർഷാദിനെ കസ്റ്റഡിയിൽ വാങ്ങിയ സംഘം ഇവരൊരു കൊട്ടേഷൻ സംഘമാണെന്നാണ് മനസ്സിലാവുന്നത്. ഈ സംഘത്തിന്റെ കയ്യിലുള്ളപ്പോഴാണ് ഇർഷാദ് കൊല്ലപ്പെടുന്നത്.